Around 7 a.m., we stepped off the train at Hospet Junction as we are ready to embrace and explore the beauty of Hampi. As the train started to leave the Hospet Junction, we were ready to travel over one of the most beautiful historical sites in India. She provided us the first food in Hampi. ഈ ആൻറ്റിയുടെ കട ഹോസ്പേട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും നല്ല ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും ഒക്കെ കഴിച്ചു. ആ സമയത്ത് എൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു ആ ചേച്ചിയുടെ കടയിൽ. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഞങ്ങളുടെ ഹോം സ്റ്റേയിലെത്തി. ഇതെൻ്റെ ഫ്രണ്ട്സ് മുന്നേ പോയപ്പോൾ പറഞ്ഞ ഹോം സ്റ്റേ തന്നെ ഞങ്ങളെടുത്തത്. ഇറ്റ് വാസ് വീരൂസ് ഹോം സ്റ്റേ. അവിടെ കെയർ ടേക്കറായിട്ട് വർക്ക് ചെയ്യുന്ന ചേട്ടന് ഓട്ടോ ഉണ്ട്. സോ ഹീ സെറ്റ് ലൈക്ക് ഞങ്ങളെല്ലാം ചുറ്റി കാണിച്ചു തരാം എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഇന്നത്തെ ദിവസം കുറച്ച് ടയേർഡ് ആയതുകൊണ്ടും 2 ദിവസം ഇപ്പോൾ ട്രെയിൻ ട്രാവലും ഒക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും ഓരോ സൈക്കിളൊക്കെ റെൻറ്റിന് എടുത്തിട്ട് ഇവിടെ അടുത്തുള്ള സ്ഥലത്ത് തന്നെ കറങ്ങാമെന്നാണ് പ്ലാൻ ചെയ്തത്. ഞങ്ങളുടെ സ്റ്റേൻ്റെ ജസ്റ്റ് 5 കിലോമീറ്റർ അപ്പുറത്താണ് അച്യുതരായ ടെമ്പിള്, വിതാല ടെമ്പിള്, വിരൂപാക്ഷയൊക്കെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് പരിപാടി. Now we are on our way to visit the Achyutaraya temple. It is one of the very famous place in Hampi. ഞങ്ങൾ പോണ വഴിക്ക് ഒരു ചേട്ടനെടുന്ന് കുറച്ച് കടലയും വെള്ളമൊക്കെ മേടിച്ച് ആണ് പോണേ. നേരത്തെ കണ്ടില്ലേ കുറേ സ്റ്റെപ്പ്, അതൊക്കെ കയറി പിന്നെ കുറച്ച് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് അച്യുതരായ ടെമ്പിളിലെത്തിയത്. ഇവിടുത്തെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി, തണുത്ത കാറ്റും ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. നല്ല നട്ടപ്പൊരു വെയിലായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അച്യുതരായ ടെമ്പിളിൻ്റെ മുന്നിൽ കൂടെ പോയാൽ നമുക്ക് വിധാല ടെമ്പിളിലെത്താം. ഞങ്ങൾക്ക് അപ്പോഴേക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. ഒരു 10 മണിയൊക്കെ ആയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി എല്ലാവരുടെ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിരുന്നു അച്യുതരായ ടെമ്പിൾ. ഇവിടെ നിന്ന് പിന്നെ വിധാലയ്ക്ക് പോകാനുള്ള അത്ര ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ച് നേരെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ വിരൂപാക്ഷ ടെമ്പിളിൻ്റെ അടുത്ത് ഒരു സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റിൻ്റെ ഇടയിലാണ് ഈ ഹോട്ടലുള്ളത്. അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ആ സ്ട്രീറ്റ് കൂടെ കുറച്ച് നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. ഫുഡ് കഴിച്ച സ്ട്രീറ്റ് കൂടെ കുറച്ച് നേരം നടക്കും കൂടെ ചെയ്തപ്പോഴേക്കും നല്ല വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കരിക്ക് കുടിച്ചു. ഞാൻ പറഞ്ഞുതരാം. ഒരു പോലീസ് സ്റ്റേഷനുണ്ട് നമ്മുടെ അച്യുതരായ ടെമ്പിളിലേക്ക് പോകണം അവിടെ. ആ പോലീസ് സ്റ്റേഷൻ്റെ കുറച്ച് മുന്നേ ഒരു ലെഫ്റ്റിക്ക് ഒരു വഴിയുണ്ട്. ആ വഴിയിൽ കുറച്ച് ആൾക്കാർ കരിക്കൊക്കെ വിൽക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു ഷോപ്പൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ ഇരുന്നാണ് കരിക്കൊക്കെ കുടിച്ചത്. അപ്പോഴാണ് മനസ്സിലായത് ഈ വഴിയിൽ കൂടെ വിധാല ടെമ്പിളിൽ പോകാമെന്ന്. This was one of the most beautiful way I have ever seen. We had such a beautiful journey along the banks of river Tungabhadra that we will cherish forever. Just see the beauty. അങ്ങനെ ആ വഴി കൂടെ 1-2 കിലോമീറ്ററോളം ഞങ്ങൾ നടന്നിട്ട് വിധാല ടെമ്പിളിലെത്തി. വിധാല ടെമ്പിളിലെത്താൻ വേറെ ഒരു വഴിയും കൂടെ ഉണ്ട് കേട്ടോ. ഇത് ഷോർട്ട് കട്ടാണ്. ഇവിടെ കയറാൻ നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ബ്യൂട്ടിഫുൾ ഈവനിങ് വിധാല ടെമ്പിളിലാണ് സ്പെൻഡ് ചെയ്തത്. ആൻഡ് ദിസ് ഈസ് അവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓഫ് ദ ഡേ. ഇനി പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വേണം നാളെ രാവിലെ ട്രക്കിങ്ങിന് പോകാൻ. നമ്മുടെ 50 രൂപ നോട്ടിലുള്ള ഇമേജ് ഇല്ലേ, അതിവിടെ വിധാല ടെമ്പിളിലുള്ളത്. ഇതാ യു ക്യാൻ സീ ദിസ്. ഇവിടെ നിന്ന് ആൾക്കാർ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങളും ഫോട്ടോയൊക്കെ എടുത്തു.
Terrain of Hampi is a completely different experience. You can see this everywhere, huge rocks and all. We should experience Hampi at least once. ഈവനിങ് ഹാപ്പി ഹംപി കഫേന്ന് ഡിന്നറും കഴിച്ച് ചേച്ചീൻ്റെ അടുത്ത് ബൈയും പറഞ്ഞു പോയി. ഷീ ഈസ് ദ ഓണർ ഓഫ് വൺ ഓഫ് ദ സൈക്കിൾ ഷോപ്പ് ആൻഡ് മൈ ഫസ്റ്റ് ബൈസിക്കിൾ റൈഡ് ഈസ് ദിസ്.